സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ തൃശൂർ ജില്ലയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടി മാള സ്വദേശിനി. തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ സീനിയർ ഗേൾസ് ഹൈജമ്പിൽ സ്വർണം നേടിയ സോണിയ 200 മീറ്ററിൽ വെങ്കലവും നേടി. പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ പിടിച്ചു. പുലി പശുവിനെ പിടിച്ചത് ഇന്ന് വെളുപ്പിന്. കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് രാഹുലാണ് മരിച്ചത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ തൃശൂർ ജില്ലയുടെ ആദ്യ സ്വർണ്ണ മെഡൽ ആളൂർ RMHS സ്കൂളിലെ സോണിയ EJ നേടി. തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ സീനിയർ ഗേൾസ് ഹൈജമ്പിൽ സ്വർണം നേടിയ സോണിയ 200 മീറ്ററിൽ വെങ്കലവും നേടി. കൂടാതെ ആളൂർ RMHSൽ നിന്നും ആദിത്യൻ TS സീനിയർ ആൺകുട്ടികളുടെ ഡിസ്ക് ത്രോയിൽ വെള്ളി മെഡലും ജില്ലയ്ക്കു വേണ്ടി നേടിയിട്ടുണ്ട്. ഉപജില്ലാ കായികമേളയിലെ മിന്നുന്ന പ്രകടനത്തിന് ശേഷം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ട്രിപ്പിൾ ആവർത്തിച്ച സോണിയ മാള പൂപ്പത്തി സ്വദേശിനിയാണ്. റവന്യൂ ജില്ലാതലത്തിൽ സീനിയർ വിഭാഗം 100 മീറ്റർ ഓട്ടം, 200 മീറ്റർ ഓട്ടം, ഹൈജമ്പ് എന്നീ വ്യക്തിഗത ഇനങ്ങളിൽ സ്വർണം നേടിയ സോണിയ പൂപ്പത്തി ഇളന്തോടി ജോസഫിന്റെയും സജിതയുടെയും മകളാണ്. കഴിഞ്ഞ വർഷം 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ ഓട്ടങ്ങളിൽ ഫസ്റ്റ് നേടിയിരുന്നു. ഈ പ്രാവശ്യം 400 മീറ്ററിൽ നിന്ന് മാറി ഹൈജമ്പ് തിരഞ്ഞെടുക്കുകയായിരുന്നു. പുതിയ ഇനത്തിൽ മത്സരിക്കാൻ ഇറങ്ങിയ ആദ്യ വർഷം തന്നെ സ്വർണം നേടി. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന കായികമേളയിൽ 200 മീറ്ററിൽ 3ാം സ്ഥാനം നേടിയിരുന്നു. കൂടാതെ ദേശീയ മീറ്റിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തിരുന്നു. ആളൂർ RMHSലെ +2 വിദ്യാർത്ഥിനിയാണ്. വിദ്യാലയത്തിലെ കായികാധ്യാപകൻ അരുൺ അരവിന്ദാക്ഷനാണ് പരിശീലകൻ. മീഡിയ ടൈം, മാള. മാള സർവീസ് സഹകരണ ബാങ്കിലെ 10 കോടി രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യം തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് PP സെയ്തലവി തള്ളി. 2006 മുതൽ 2024 ഏപ്രിൽ വരെയുള്ള കാലയളവിൽ ഇഷ്ടക്കാർക്ക് വായ്പകൾ വേണ്ടത്ര സെക്യൂരിറ്റി ഇല്ലാതെ അനുവദിച്ചുവെന്നാണ് കുറ്റം. ജില്ലാ രജിസ്ട്രാറുടെ കണ്ടെത്തലിലായിരുന്നു അന്വേഷണം നടന്നത്. മാള സർവീസ് സഹകരണ ബാങ്കിലെ 10 കോടി രൂപ തട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ ബോർഡ് അംഗങ്ങളുടെ മുൻകൂർ ജാമ്യം തൃശൂർ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് PP സെയ്തലവി തള്ളി. ബോർഡ് അംഗങ്ങളായ മാള കുരുവിലശ്ശേരി ഒളാട്ടുപുറത്ത് 62 വയസ്സുള്ള പോൾസൺ, മാള കാവനാട് കാഞ്ഞൂത്തറ വിൽസൺ 61 വയസ്സ്, മാള കുരുവിലശ്ശേരി കാടവന വിജയക്കുറുപ്പ് 73 വയസ്സ്, കുരുവിലശ്ശേരി തെക്കിനിയത്ത് ജിമ്മി ജോയ് 66 വയസ്സ്, വടമ കോട്ടവാതിൽ തോട്ടത്തിപ്പറമ്പിൽ കൃഷ്ണൻകുട്ടി 62 വയസ്സ്, കുരുവിലശ്ശേരി വാരിയംപുള്ളി ബൈജു 54 വയസ്സ്, വടമ കാവനാട് പുന്നോക്കൽ ജോർജ് 76 വയസ്സ്, കുരുവിലശ്ശേരി കോട്ടമുറി മൂലഞ്ചോയ് 64 വയസ്സ്, കുരുവിലശ്ശേരി വലിയ പറമ്പ് മാളിയേക്കൽ ജെയ്സൺ വർഗീസ് 54 വയസ്സ്, വടമ കൂനമ്പറമ്പ് പുത്തനങ്ങാടി നിയാസ് 51 വയസ്സ്, കുരുവിലശ്ശേരി കോട്ടമുറി പണിക്കശ്ശേരി PK ഗോപി 65 വയസ്സ്, വടമ കാവനാട് എടാട്ടുകാരൻ ഷിൻഡോ 43 വയസ്സ്, കുരുവിലശ്ശേരി വലിയ പറമ്പ് ചക്കിങ്കൽ ബിന്ദു പ്രദീപ് 52 വയസ്സ്, കുരുവിലശ്ശേരി തൻകുളം ചക്കമാത്ത് പ്രീജ ഉണ്ണികൃഷ്ണൻ 48 വയസ്സ്, കുരുവിലശ്ശേരി മോനിക്കൽ കരിപ്പത്തറ സിന്ധു അശോകൻ 56 വയസ്സ് എന്നിവരുടെ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. 2006 മുതൽ 2024 ഏപ്രിൽ വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. സഹകരണ സംഘം തൃശൂർ ജില്ലാ രജിസ്ട്രാറുടെ ഓഡിറ്റ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അന്വേഷണം നടത്തുകയായിരുന്നു. 20 വർഷത്തിനിടെ 10 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. യാതൊരു സെക്യൂരിറ്റിയുമില്ലാതെ സ്വന്തക്കാർക്ക് വായ്പകൾ നൽകുകയും കിട്ടാക്കടം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താതിരിക്കുകയും ചെയ്തുവെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു. ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ KB സുനിൽകുമാർ പ്രോസിക്യൂഷനു വേണ്ടി ഹാജരായി. മീഡിയ ടൈം, മാള. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ പിടിച്ചു. ഇന്ന് വെളുപ്പിനായിരുന്നു പുലി പശുവിനെ പിടിച്ചത്. പുലി ശല്യവും കാട്ടാന ശല്യവും മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ് പ്രദേശവാസികൾ. ഹാരിസൺ മലയാളം കുണ്ടായി എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളുടെ സമീപം ഇന്ന് വെളുപ്പിന് പുലി ഇറങ്ങി പശുവിന്റെ പിൻഭാഗത്തെ ഇറച്ചി മുഴുവൻ തിന്നു. കൊല്ലാൻ കഴിയുന്നതിന് മുൻപ് പാടിയിലേക്ക് ഓടി വന്ന പശു ചാവാതെ കിടക്കുന്ന കാഴ്ച ഏറെ പരിതാപകരമാണ്. തോട്ടം കമ്പനികൾ റബ്ബർ എസ്റ്റേറ്റിലെ അടിക്കാടുകൾ വെട്ടിക്കളയാത്തതുകൊണ്ട് വന്യമൃഗങ്ങൾ ഏറെ ഇവിടെ തന്നെ പ്രസവിച്ച് കുട്ടികളെ വളർത്തുന്ന അവസ്ഥയാണ്.
കുണ്ടായി എസ്റ്റേറ്റിൽ അടിക്കാടുകൾ വെട്ടി തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഏറെക്കാലമായി തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഗ്രാമപഞ്ചായത്ത് മെമ്പറും തോട്ടത്തൊഴിലാളിയുമായ ഷീല ശിവരാമന്റെ പശുവിനെയാണ് പുലി പിടിച്ചത്. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുന്നത് പതിവായിരിക്കുകയാണ്. കൂടാതെ കാട്ടാന ശല്യവും ഇവിടെയുണ്ട്. മീഡിയ ടൈം, വരന്തരപ്പിള്ളി. ഇനി മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. കയ്പമംഗലം പനമ്പിക്കുന്നിൽ വാഹനാപകടം. ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. ബൈക്ക് കാറിലിടിച്ച ശേഷം റോഡിലേക്ക് തെറിച്ചു വീണ ബൈക്ക് യാത്രികന്റെ ദേഹത്ത് ടോറസ് ലോറി കയറിയായിരുന്നു അപകടം. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് രാഹുലാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 11:30 കയ്പമംഗലം പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിനടുത്തായിരുന്നു അപകടം. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ദേശീയപാത കൊടകരയിൽ ബൈക്കിൽ കാർ ഇടിച്ച യുവാവിന് പരിക്ക്. ഞായറാഴ്ച രാവിലെ 10:15 അപകടം. പരിക്കേറ്റ യുവാവിനെ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിച്ച കാർ നിർത്താതെ പോയി. ചാലക്കുടി ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രയിലായിരുന്നു ഇരുവാഹനങ്ങളും. അഴീക്കോട് ലൈറ്റ് ഹൌസിന് 1.5 നോട്ടിക്കൽ മൈൽ പടിഞ്ഞാറ് കടലിൽ ഫൈബർ വള്ളം മുങ്ങി. 16 മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം രക്ഷപ്പെടുത്തി സുരക്ഷിതമായി അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിച്ചു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് ഇന്ന് പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ബാദുഷ വെള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഉച്ചതിരിഞ്ഞ് 2:45 മത്സ്യബന്ധനം നടത്തി വലയും മീനും കയറ്റുന്ന സമയത്താണ് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം അപകടത്തിൽപ്പെട്ടത്. അഴീക്കോട് ലൈറ്റ് ഹൌസ് സ്വദേശി ചുള്ളിപ്പറമ്പിൽ ഷെഫീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വെള്ളത്തിലെ തൊഴിലാളികൾ ഉടനെ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ PK ഗ്രേസിയെ ഫോണിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉടനെ ഫിഷറീസ് റെസ്ക്യൂ ബോട്ടിൽ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് റെസ്ക്യൂ സംഘം എത്തി തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയായിരുന്നു. മത്സ്യബന്ധന വെള്ളം പൂർണ്ണമായും കടലിൽ മുങ്ങിയതിനാൽ പൊക്കിയെടുക്കാൻ സാധിക്കാത്തതിനാൽ GPS പൊസിഷൻ മാർക്ക് ചെയ്തിട്ടുള്ളതും നാളെ തുടർ പ്രവർത്തനങ്ങൾ നടത്തുമെന്നും തൊഴിലാളികളും ഉദ്യോഗസ്ഥ സംഘവും അറിയിച്ചു. മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VM ഷൈബു, VN പ്രശാന്ത് കുമാർ, ഷിനിൽ കുമാർ, റെസ്ക്യൂ ഗാർഡർമാരായ കൃഷ്ണപ്രസാദ്, സുധീഷ് സ്രാങ്, ദേവസി, എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവർ നേതൃത്വം കൊടുത്തു. ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും നൽകുന്ന കാലാവസ്ഥാ മുന്നറിയിപ്പുകളും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് തൃശൂർ ജില്ലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C. സീമ അറിയിച്ചു. പുത്തഞ്ചിറ ഗുരുധർമ്മ പ്രബോധിനി സഭ വാർഷിക പൊതുയോഗം നടന്നു. പുത്തഞ്ചിറ ഈസ്റ്റ് ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഉബൈദുള്ള അഷ്റഫ് നിസാമി ഉദ്ഘാടനം നിർവഹിച്ചു. അർത്ഥവത്തായ ഒരു വരിയാണത്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പലരുടെയും മരണങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പലരുടെയും ജീവിത ശൈലികളെ നമ്മൾ കണ്ടവരായിരിക്കാം. നമ്മുടെ റോഡുകളിലോ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ നാടുകളിലൊക്കെ. പക്ഷെ എപ്പോഴെങ്കിലും ഒരു ജീവിതത്തെ ആലോചിച്ച് അല്ലെങ്കിൽ ഒരു മഹാമനുഷ്യയുടെ ജീവിതത്തെ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മഹത് വചനമുണ്ട്: നിന്റെ മരണം ആർക്കെങ്കിലും സങ്കടം നൽകുന്നുവെങ്കിൽ നീയാണ് ഉത്തമൻ എന്ന് നീ ഓർക്കണേ. മറ്റൊരു വാചകം ഇങ്ങനെയാണ്: മരിച്ചാലും നിന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിൽക്കുകയും ജീവിതത്തിലുള്ള യാതനകളെ മുറുകെ പിടിക്കുന്ന ഒരു ജനതയെ കണ്ടു നീ സായുജ്യമടയുമെന്നതും സത്യമാണ്. ഇതാണ് സത്യത്തിൽ ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന നമ്മളൊക്കെ ആദരവോടെയും ജീവിത മുറകളെ പിൻപറ്റി പോരുന്ന ആ മഹാത്മാവിന്റെ ജീവിതം. രാജു പനങ്ങാട്ട് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. തിലകൻ തയ്യിൽ, യുദ്ധി മാസ്റ്റർ, TR ശിവൻ, MP സുധാകരൻ എന്നിവർ സംസാരിച്ചു. അന്നമനട ഗ്രാമപഞ്ചായത്ത് MGN REG പദ്ധതിയിൽ ഉൾപ്പെടുത്തി ടൈൽ വിരിച്ച മേരിമാത റോഡിന്റെ ഉദ്ഘാടനം നടന്നു.
മേലടൂർ ഉണ്ണിമിശ്ഹ ദേവാലയ വികാരി ഫാദർ ജോർജ് വേഴേപ്പറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ താമസിക്കുന്ന വീട്ടുകാർക്കും അതുപോലെ തന്നെ പള്ളിയിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകാനുള്ള ഈ ചെറിയ വഴി ഏറ്റവും മനോഹരമായ രീതിയിൽ പണി പൂർത്തീകരിച്ച് അതിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. അത് നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇതിന് മേരിമാതാ റോഡ് എന്ന് നാമകരണം ചെയ്ത് ഇതിനെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഇതിന് പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും നന്ദി നിറഞ്ഞ മനസ്സോടുകൂടെ ഓർക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വി വിനോദ്, വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ടി കെ സതീശൻ, വാർഡ് മെമ്പർ ശ്യാമള അയ്യപ്പൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി, പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ 1 കോടി രൂപ ചിലവിൽ നിർമ്മിക്കുന്ന പുതിയ OP കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈൻ വഴി സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ആശുപത്രിയിൽ നടത്തിയ ചടങ്ങ് ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. DMO ഡോക്ടർ ബീന കുമാരി മുഖ്യാതിഥിയായിരുന്നു. ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ആര്യ സോമൻ പദ്ധതി വിശദീകരണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ്, പഞ്ചായത്ത് അംഗങ്ങളായ പ്രനീല ഗിരീശൻ, ഷീബ ജോഷി, സജിനി സന്തോഷ്, TB പ്രജിത്ത്, HMC ചെയർമാൻ KC ജെയിംസ്, മെഡിക്കൽ ഓഫീസർ ഷീജ അശോകൻ എന്നിവർ സംസാരിച്ചു. ജീവൻ നിലനിർത്താൻ ഇര പിടിച്ചു. മലമ്പാമ്പിന് നഷ്ടമായത് സ്വന്തം ജീവൻ. തൃശൂർ വരന്തരപ്പള്ളി കാരിക്കുളത്താണ് മലമ്പാമ്പിനെ ഇര വിഴുങ്ങി ചത്ത നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് കാരിക്കുളം CN ഫാക്ടറിക്ക് സമീപത്ത് തോട്ടത്തിൽ പാമ്പ് ചത്തുകിടക്കുന്നത് കണ്ടത്. ഏകദേശം 10 അടിയോളം വലുപ്പമുള്ള പാമ്പിന് മാൻകുട്ടിയോ പശുക്കുട്ടിയോ ആയിരിക്കാം പാമ്പിന്റെ ഇരയായതെന്നാണ് കരുതുന്നത്. തോട്ടം തൊഴിലാളികളാണ് പാമ്പിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വെള്ളാങ്കല്ലൂർ KI നജീബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ബെന്നി ബെഹന്നാൻ MP ഉദ്ഘാടനം ചെയ്തു. KI നജാഹ് അധ്യക്ഷത വഹിച്ചു. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രി കരൾ രോഗ വിദഗ്ധൻ ഡോക്ടർ ഫദൽ ബീരാൻകുട്ടി ഉൾപ്പെടെ നിരവധി പ്രമുഖ ഡോക്ടർമാർ സേവനമനുഷ്ഠിച്ചു. ട്രസ്റ്റ് ജനറൽ കൺവീനർ സാബു കണ്ടത്തിൽ, AR രാമദാസ്, A ചന്ദ്രൻ, ജലീൽ മുഹമ്മദ്, മഞ്ജു ജോർജ്, ജോർജ് തോമന, K കൃഷ്ണകുമാർ, ബിജു പോൾ, MN സുരേഷ്, ജോസഫ് തീതായ്, വർഗീസ് ചക്കാലക്കൽ, ഷംസു വെളുത്തേരി, ബഷീർ, ജെബി അലിയാർ, രഘു എന്നിവർ നേതൃത്വം നൽകി. കോടാലി മുരിക്കിങ്ങൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിൽ നിയുക്ത ശബരിമല മേൽശാന്തി ഏറന്നൂർ മനക്കൽ പ്രസാദ് നമ്പൂതിരിക്ക് സ്വീകരണം നൽകി. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർണ മനക്കൽ നീലകണ്ഠൻ നമ്പൂതിരി പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു. ക്ഷേത്രം സമിതി പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത് കുമുള്ളി, കൃഷ്ണപ്രസാദ് അല്ലിയാങ്കൽ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ എന്നിവരും വിവിധ സെറ്റുകളുടെ ഭാരവാഹികളും ചേർന്ന് നിയുക്ത ശബരിമല മേൽശാന്തിയെ പൊന്നാടണിയിച്ചും ഉപഹാരം നൽകിയും ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ അത്ലറ്റിക്സിൽ തൃശൂർ ജില്ലയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടി മാള സ്വദേശിനി. തിരുവനന്തപുരത്ത് നടക്കുന്ന മേളയിൽ സീനിയർ ഗേൾസ് ഹൈജമ്പിൽ സ്വർണം നേടിയ സോണിയ 200 മീറ്ററിൽ വെങ്കലവും നേടി. പാലപ്പിള്ളിയിൽ വീണ്ടും പുലി ഇറങ്ങി പശുവിനെ പിടിച്ചു. പുലി പശുവിനെ പിടിച്ചത് ഇന്ന് വെളുപ്പിന്. കയ്പമംഗലത്തുണ്ടായ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. കയ്പമംഗലം സ്വദേശി മാമ്പറമ്പത്ത് രാഹുലാണ് മരിച്ചത്. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.